എന്റെ അമ്മ എവിടെ പോകുന്നത്? എന്റെ അമ്മ വീട്ടിൽ ഇരിക്കുക, അല്ലെ എന്നെ കൂടെ സാധാരണക്കാരന്റെ വീട്ടുകാർ എവിടെ പോകുന്നു? എടുത്തു കയറ്റാൻ പറ്റത്തില്ലല്ലോ. വൈകിട്ട് ശമ്പളമില്ല. മുതലാളിമാർക്ക് ഈ 2000 രൂപ കുറയുമ്പോൾ മുതലാളിമാർക്ക് ഇന്നലെ കൊണ്ട് കൊടുത്ത 300 രൂപ. 3 ബസ് പോയി, പക്ഷെ അവർക്ക് വിഷയമല്ല. അവർ ട്രാൻസ്പോർട്ടിലേക്ക് പോകുന്ന കാര്യം അവർക്ക് പൈസ ചെലവില്ല. സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വണ്ടികളുടെ അവസ്ഥയൊന്ന് നോക്കണം. യാത്രക്കാര് വഴി വേണ്ടായോ? പ്രിയദർശിനി നോക്കി നിൽക്കുമല്ലേ ആൾക്കാര്? പൊതുഗതാഗതത്തെ ആർക്കും ഇപ്പൊ വേണ്ട, എല്ലാവർക്കും പ്രിയദർശിനി മതി, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കല്ലേ പ്രയോജനപ്പെടുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ എന്റെ അമ്മ എവിടെ പോകുന്നത്? എന്റെ അമ്മ വീട്ടിൽ ഇരിക്കുക, അല്ലെ എന്നെ കൂടെ സാധാരണക്കാരന്റെ വീട്ടുകാർ എവിടെ പോകുന്നു? ഇത് പൊതുഗതാഗതം യൂസ് ചെയ്യുന്ന ആൾക്കാരാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, അവർക്കാണ് ഇത് ഉപകാരപ്പെടുന്നത്. നമ്മളെ കൂടെയുള്ള ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും കിട്ടുന്നില്ല. നമ്മുടെ തൊഴിലിനകത്ത് മണ്ണ് വാരിയിടുക എന്നല്ലാതെ യാതൊരു പ്രയോജനം ഞാനിതുകൊണ്ട് കാണുന്നില്ല. ഇത് കൂടുതലും കൊടുക്കേണ്ട തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾക്കായിരുന്നു ഇത് ഈ പ്രയോജനം കൊടുക്കണ്ടേ. അവരായിരുന്നു 60-70 വയസ്സുള്ള അമ്മമാരൊക്കെ കുടി വെട്ടിക്കൊണ്ടിരിക്കുന്നത്, അവർക്കായിരുന്നു പൈസ കൊടുക്കണ്ടേ. ഒരു ദിവസം 2000 രൂപ വിളിച്ചു കയറിയാലും കയറത്തില്ല, മാറി നിൽക്കുക. അവർ പറയുന്നത് ഞങ്ങൾക്ക് കാശ് മുടക്കാതെ പോകാമല്ലോ, അങ്ങനെ പോകുന്നത്, അങ്ങനെ പോകുന്നുള്ളതെന്നാണ് അവർ പറയുന്നത്. എടുത്തു കയറ്റാൻ പറ്റത്തില്ലല്ലോ, ഇതുകൊണ്ട് ജീവിക്കാൻ ഇനി പറ്റത്തില്ല. ശമ്പളം ഞങ്ങൾക്ക് ശമ്പളം ഉണ്ട്, പക്ഷേ അതിന് കമ്മീഷൻ ഉണ്ട്, കളക്ഷൻ അനുസരിച്ചാണ് കമ്മീഷൻ. അപ്പോൾ കളക്ഷൻ 2000 കുറയുമ്പോൾ 200 രൂപ കുറയത്തില്ല. 200 രൂപ ഉണ്ടെങ്കിൽ മുതലാളിമാർക്ക് ഈ 2000 രൂപ കുറയുമ്പോൾ മുതലാളിമാർക്ക് ഇന്നലെ കൊണ്ട് കൊടുത്ത 300 രൂപ. ഒരു വണ്ടി രാവിലെ എൻ്റെ തന്നു വിടുമ്പോൾ ഞാൻ വാഴ കൊണ്ട് കൊടുക്കുന്നത് 300 രൂപ. ആ മുതലാളി എങ്ങനെ സർവീസ് നടത്തും? ഞങ്ങൾക്കൊരു മര്യാദ ഇല്ലേ? 10-16 വർഷം കൊണ്ട് ഈ മുതലാളികളോട് ജോലി ചെയ്യുക, ഒരേ മുതലാളികളോട് കൂടി. അവർ നമ്മളെ വിശ്വസിച്ച് ജയിപ്പിച്ച് തന്നു വിടുമ്പോൾ നമുക്ക് അതിൻ്റെ മര്യാദയില്ല. നമുക്ക് ഒരു എണ്ണിപ്പിറക്കി 1-2 പേരെ കാണത്തുള്ളൂ. നമ്മൾ ഇതും കൊണ്ടുപോയിട്ട് വേണം അടൂർ വരെ പോയിട്ട് തിരിച്ചു വരാൻ. അപ്പോൾ നമുക്ക് ഡീസൽ കാശ് പോലും കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ്. വൈകിട്ട് ശമ്പളമില്ല, മുതലാളിയുടെ കയ്യിൽ നിന്ന് എടുത്താൽ ഞങ്ങൾ ശമ്പളം തരുന്നത്. ഡീസൽ ഓവറാ, വീട്ടിൽ ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്, ഇവരെ വളർത്താൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നതാണ്. ദേഹവാദം 10-30 വർഷത്തോളമായി. ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പം 3-4 വർഷം ആയതേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ ഒരു വരുമാനത്തിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. ഒരു വണ്ടി സ്റ്റാൻഡ് പിടിച്ചു കഴിഞ്ഞാൽ പോലും ഇതിനകത്ത് കയറാൻ 2-3 പേരാ പോകുന്ന സമയത്ത് കയറുന്നത്, അല്ലെങ്കിൽ 5 പേര് 10 പേര്, അതിൽ കൂടുതലൊന്നുമില്ല. നേരത്തെ സീറ്റിംഗ് ആളുമായിട്ട് പോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ്, ഒരു ഇതുമില്ല. അത് മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ വഴിയിൽ ഒരു മനുഷ്യൻ കയറാനില്ല, ഒരു യാത്രക്കാരിലോ. ആരെങ്കിലും കയറാൻ നിൽക്കുന്ന സ്ത്രീജനങ്ങളുണ്ടെങ്കിൽ അവർ തിരിഞ്ഞങ്ങ് നിൽക്കുക. നമ്മളെ അറിയുന്നവരൊക്കെയാണ് എല്ലാവരും, പക്ഷേ എല്ലാവരും തിരിഞ്ഞിരിക്കുക. അതിപ്പോൾ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല, അവർക്ക് സൗജന്യമായിട്ട് സർക്കാർ കൊടുക്കും ചെയ്യുന്നു. പക്ഷേ ഇത് സ്വകാര്യ മേഖലയെ സംരക്ഷിക്കാത്തൊരു നടപടിയായിപ്പോയി. ഈ സ്വകാര്യ മേഖലയെ ഏതെങ്കിലും സംരക്ഷിക്കുന്ന ഈ ഒരു പാക്കേജ് കൊണ്ടുവന്നിട്ട് ഇത് ചെയ്തായിരുന്നെങ്കിൽ ഇത് ഗുണപ്പെടുമായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത അവസ്ഥയിൽ പെട്ടെന്നൊരു രാത്രിയും പകലുമായപ്പോൾ സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്നു ചെയ്തു. പ്രൈവറ്റ് ബസ്സിൻ്റെ എല്ലാ വിൽപ്പനയും പോയി. 2000 രൂപ വരെയാണ് ഒരു വണ്ടിക്ക് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഡീസൽ അടിക്കുന്നതൊക്കെ തട്ടിമുട്ടി അങ്ങ് പോകുന്നു. പക്ഷേ അവസാനം വൈകുന്നേരം വലിയ പാടാ. എങ്ങനെയെങ്കിലും നമുക്ക് ശമ്പളം വരെ തികച്ചെടുക്കാനുള്ള പാട് ഒരു കഷ്ടപ്പാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് 10-25 വർഷം കൊണ്ട് ജോലി ചെയ്യുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇത് നിന്നു പോയാൽ നമ്മൾ എന്തോ ചെയ്യാനൊക്കെ ഏത് ജോലിക്ക് പോകും? ഇപ്പോൾ ഈ പോക്കിനാണെങ്കിൽ, ഇങ്ങനെയുള്ള പോകുന്നോണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വണ്ടികൾ കയറ്റിയിടും, ജീഫോം കൊടുത്ത് കയറ്റിയിടുന്നൊരവസ്ഥയാണ്. അങ്ങനെ ജീഫോം കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ നമുക്ക് വേറെ ജോലിക്കാനൊക്കാത്ത അവസ്ഥയാവും. നമ്മൾ പട്ടിണിയായി പോകും. അത് 1000-കണക്കിന് ജീവനക്കാരും അവരുടെ കുടുംബങ്ങൾ പട്ടിണിയായി ഒരു ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചേരുന്നൊരവസ്ഥ ഉണ്ടാവും. പിന്നെ ഹാർട്ടുമായിട്ട് കംപ്ലൈൻ്റ് ഉള്ള ജീവനക്കാരുണ്ട്. അവർ മാസം 2000, 3000, 5000 രൂപ മരുന്നുകൾ മേടിക്കണം. പിന്നെ എല്ലാം ഓരോ വിദ്യാർത്ഥി നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന ചിലവായാലും ഇങ്ങനെയൊക്കെയുള്ള ചിലവുകൾ ഇത് ഡെയിലി കിട്ടുന്നത് കൊണ്ടാണ് നടന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നടക്കത്തില്ല. എന്നാൽ ഈ സർക്കാർ ഇത് വേറെ എന്തെങ്കിലും 1ാം ക്ലാസ് മുതൽ ഒരു +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും, അല്ലെങ്കിൽ ഒരു BPL കാർഡ്, അല്ലെങ്കിൽ ഒരു വരുമാനം നോക്കി ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ ഇത് അടപടലം ഈ സ്വകാര്യ ബസ്സിനെ തകർക്കുന്ന രീതിയിലുള്ള പരിപാടിയായിപ്പോയി. ഇപ്പോൾ ഈ വണ്ടി പോകാൻ നടക്കുന്ന ഇട്ടായിരിക്കും, പക്ഷേ ഇതിനകത്ത് ഇത് കയറാൻ ആരില്ല. ഈ നമ്മൾ പോകാൻ നേരത്തിന് 2-3 പേര് ഓടി വന്ന് കയറിയാലായി. ഇതായി ഇവിടുത്തെ അവസ്ഥ. സ്ത്രീകൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയണ്ട. ഇപ്പം ആരായാലും 10 രൂപ ലാഭം പിടിക്കാനല്ലേ നോക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ അറിയുന്നവർ ചിലപ്പം നോക്കി നിൽക്കും. നമ്മൾ ചെന്നപ്പോൾ ഒരിടത്ത് പറയുന്നത് അവർ അരമണിക്കൂർ നോക്കി ഒരു ട്രാൻസ്പോർട്ടിലേ പോകുന്നുള്ളൂ. 3 ബസ് പോയി, പക്ഷെ അവർക്ക് വിഷയമല്ല, അവർ ട്രാൻസ്പോർട്ടിലേ പോകുന്നുള്ള കാര്യം അവർക്ക് പൈസ ചിലവില്ല. 3 പ്രൈവറ്റ് ബസ് പോയി, എന്നാലും അവർ ട്രാൻസ്പോർട്ടിലേ പോകുന്നുള്ളൂ. ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്ത് ചെയ്യാനൊക്കെ ഇതിനെങ്ങനെ ഒരു മാറ്റം വരണം? നമ്മുടെ ജീവിതം മുതലാളിമാർ എത്ര ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ജീവനക്കാരുടെ കാര്യം വളരെ പരിതാപകര അവസ്ഥയായിരിക്കും. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ സർക്കാരിനെ ചെയ്യാനൊക്കെ അല്ല, നമ്മളിപ്പോൾ ഒന്നും പറയാൻ ഒക്കില്ല. ഇപ്പോൾ ഇവരിടയ്ക്കൊക്കെ പറഞ്ഞായിരുന്നു
സ്ത്രീ യാത്രക്കാരെ ഞങ്ങളും പിന്നെ 0 ടിക്കറ്റിൽ കൊണ്ടുപോകാം, ആ സർക്കാർ അത് തരണമെന്ന്. പക്ഷെ അത് മാത്രമേ ഇപ്പോൾ ഇതിനകത്ത് ചെയ്യാനൊക്കൂ, അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനൊക്കില്ല. എന്തോ ഇത് ചാർജ് കൂട്ടാന്ന് പറഞ്ഞാൽ ഈ ഉള്ളവരും കൂടെ പോകും, ഉള്ളവരും കൂടെ KSRTC പോകും, അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അല്ലെ പ്രൈവറ്റ് മേഖലയിൽ ഫ്രീ ആയിട്ട് ഇന്നാള് അല്ല സംഘടന ഇന്നാള് പറയുന്നതായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് 0 ടിക്കറ്റ് അടിച്ചുകൊണ്ട് അതിന്റെ കണക്ക് കൊടുക്കാം, ആ സംഭവം ഞങ്ങൾക്ക് എത്ര തന്നാൽ മതിയെന്ന്. എന്തോരം സർക്കാർ KSRTC കൊടുക്കുക, അപ്പോഴും പകുതി പ്രൈവറ്റിനൂടെ കൊടുത്തോട്ടെ, അതേ ഇപ്പൊ ചെയ്യാനൊക്കും, അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. എന്തുവാലും ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും ഇടപെട്ട് ഇത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയാലേ സ്വകാര്യ ബസ് ഇവിടെ നിലനിൽക്കൂ. അല്ലെങ്കിൽ ഈ സ്വകാര്യ ബസ് എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തോടെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവും. നേരത്തെ കൊറോണയ്ക്ക് ഇത്രയും കുഴപ്പമില്ലായിരുന്നു, ഈ കൊറോണയെക്കാളും വളരെ പരിതാപകരാവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതാ നേരത്തെ ഈ സ്റ്റാൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി അങ്ങോട്ട് കൊണ്ട് പിടിക്കുമ്പോഴേ ആൾ ഇടിച്ചു കയറുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ ആരുമില്ല. പോകാൻ നേരത്തെ നമ്മൾ ആരെങ്കിലും പോകാനുണ്ടോ എന്ന് ചോദിക്കുക, നമ്മളെ പരിചയക്കാരും ഇവിടെ വരുന്നില്ല, സ്ത്രീജനങ്ങളെല്ലാം KSRTC സ്റ്റാൻഡിലാണ് പോകുന്നത്. അതുകൊണ്ട് അവിടുത്തെ കടക്കാർക്ക് ഗുണം, പക്ഷേ ഇവിടുത്തെ കടക്കാർ വരെ തകർന്ന് ടൈപ്പണായി ഒരു അവസ്ഥ. അതുകൊണ്ടൊരു മാറ്റം വന്നാൽ മാത്രമേ ഇത് രക്ഷപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖല ഒരു ഓർമ്മയായിട്ട് തീരും. നമ്മുടെ ജീവിതവും വളരെ പരിതാപകരാവസ്ഥയിലേക്ക് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയായി പോകും. ഈ പ്രായം ചെന്ന അവസ്ഥയിലേക്ക് നമ്മൾ വേറൊരു ജോലിക്ക് നോക്കൂല. ഇപ്പൊ 26 വർഷം, 1999 ജോലിക്ക് വന്നതാണ്. ഇപ്പൊ 26 വർഷം കഴിഞ്ഞ് ഇനിയിപ്പോൾ വേറെ ഒരു ജോലിക്ക് ഒരു കാരണവശാലും പോകാൻ നോക്കൂല. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വരുമാനം ഇല്ല, വരുമ്പോൾ സമയത്തും കടങ്ങൾ കയറിയിരിക്കുന്ന അവസ്ഥ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേ പോകാനൊക്കും. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഒരു നടപടി എല്ലാവരോടും ചേർന്ന് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. സ്ത്രീകൾക്ക് സർക്കാർ സൗജന്യം കൊടുക്കുന്നതിനൊന്നും നമ്മളിതിലില്ല. പക്ഷേ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർക്കും 50,000 രൂപയ്ക്ക് പുറത്ത് ശമ്പളം വാങ്ങിക്കുന്നവരുമൊക്കെയാണ് ഈ ആനുകൂല്യം പറ്റുന്നത്. അർഹരായ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിന് സർക്കാർ കൊടുക്കുന്നതിന് നമ്മൾ അനുകൂലമാണ്. പക്ഷേ ഇങ്ങനെ കൊടുക്കുക വഴി നമുക്ക് വൻപിച്ച നഷ്ടമാണ് സ്വകാര്യ ബസ് മേഖലയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസം 2,000 രൂപ 3,000 രൂപയുടെ നഷ്ടമാണ് ഒരു ബസ്സിന് സംഭവിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിൽ 50% ടാക്സ് ഇളവ് ചെയ്തെന്ന് പറഞ്ഞു. 50% ടാക്സ് ഇളവ് ചെയ്തപ്പോൾ ഒരു ദിവസം 2,000 രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകുമ്പോൾ 150 രൂപയാണ് ഇളവായിട്ട് കിട്ടിയിരിക്കുന്നത്. ഒരു 3 മാസം കൂടുമ്പോൾ 1,80,000 രൂപ നഷ്ടം സംഭവിക്കുമ്പോഴാണ് 15,000 രൂപ ഇളവ് കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെ ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച അതേപോലെ പ്രഖ്യാപിച്ചാണ് ഉമ്മൻചാണ്ടി ഈ ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ അന്ന് പ്രഖ്യാപിച്ചായിരുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നൽകുമെന്ന്. ഇപ്പോൾ ഇന്നലെ ബഡ്ജറ്റിൽ 10 കോടി രൂപയാണ് അതിന് മാറ്റി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കാറ്റഗറി തിരിക്കാനും അതിനെപ്പറ്റി പഠിക്കാനുമാണ് ആ 10 കോടി രൂപ. അപ്പോൾ അതുപോലെ ഇതൊരു പഠനം നടത്തിയിട്ട് അർഹരായുള്ള സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിന് ആരും എതിരില്ലായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ അപ്പം ഈ ആരോഗ്യ ഇൻഷുറൻസും കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും അതിൻ്റെ ആനുകൂല്യം കിട്ടണ്ടേ. ഇപ്പോൾ അത് പഠിച്ചിട്ട് അർഹരായവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അതേപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് അർഹരായവർക്ക് കൊടുത്തായിരുന്നെങ്കിൽ ഈ ഒരു വ്യവസായം കൂടെ നിലനിന്ന് പോയനെ. അന്നന്ന് കിട്ടുന്ന വേതനം കൊണ്ട് കുടുംബം പോറ്റുന്നവരാ 95% ബസ് ജീവനക്കാരും അന്നന്ന് കിട്ടുന്നതുകൊണ്ട്. ആരും ഇതിൽ പണക്കാരോ മറ്റു കാര്യങ്ങളോ ഉള്ളവരൊന്നും അല്ല ബസ്സിൽ തൊഴിലെടുക്കാൻ പറ്റുന്നത്. രാവിലെ 6 മണി 5 മണി മുതൽ വൈകിട്ട് 8 മണി വരെ 12-13 മണിക്കൂറാണ് പല ജീവനക്കാരും ജോലി ചെയ്യുന്നത്. അവർക്കൊരു 1000 രൂപ പോലും ഇപ്പോൾ കൊണ്ടുപോകാൻ കിട്ടുന്നില്ല. 600 രൂപ 700 രൂപയാണ് കിട്ടുന്നത്. മിക്ക വണ്ടികളിലും വാറ്റ കളക്ഷനാണ്. ഓടുന്ന കളക്ഷൻ്റെ അനുസരിച്ചാണ് ശമ്പളം. ഇത് 600 രൂപ പോലും ഇല്ല. ഇപ്പോഴത്തെ ഈ ജീവിത സാഹചര്യത്തിൽ 600 രൂപ എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഈ വ്യവസായം തകർന്നതോടുകൂടി ആയിരക്കണക്കിന് തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ഇതിന് സർക്കാർ ഇതിനെന്തെങ്കിലും അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ ജീവനക്കാരെ അവർക്ക് കുടുംബങ്ങളും ഭാര്യയും മക്കളും മാതാപിതാക്കളും ഒക്കെ ഉള്ള അവരുടെ ജീവിതം വഴിയാധാരമായിരിക്കാൻ എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നടപ്പാക്കണമെന്ന് നമുക്ക് അഭിപ്രായപ്പെടാം. കഴിഞ്ഞ ദിവസത്തെ